നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പൊതുവെ പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഇടവക്കൂറ് ജനിച്ചവർക്കാണെങ്കിൽ പൊതുവെ ഒരു ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അന്തിമ നിമിഷത്തിൽ ഫലം ഉണ്ടാകുമെങ്കിലും മിഥുനക്കൂറ് ജനിച്ചവർക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും മാർഗതടസ്സങ്ങളാണ് അനുഭവപ്പെടുവാൻ യോഗമുള്ളത്. തന്മൂലം പലപ്പോഴും ഏത് മകരക്കൂറ് ജനിച്ചവരെ ഇടവക്കൂറ് ജനിച്ചവരാണെങ്കിലും മകരക്കൂറ് ജനിച്ചവരാണെങ്കിലും ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും വേണ്ടി വരുമെങ്കിലും ഒന്നിലും ഒരു പൂർണ്ണതയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. തന്മൂലം മാനസികമായിട്ടുള്ള സമ്മർദ്ദം, വിഭ്രാന്തി എന്നിവ വർദ്ധിക്കും. എന്നാൽ അനാവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഏതൊരു കാര്യങ്ങളെയും വളരെ ശ്രമകരമായിട്ടുള്ള രീതിയിൽ പരിശ്രമിച്ചുകൊണ്ട് മാത്രമേ അത് ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള യോഗം കാണുന്നുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ സ്വല്പം ചെലവ് അനുഭവപ്പെടും. അനിശ്ചിതാവസ്ഥകളൊക്കെ പരിഹരിക്കുന്നത് വഴി പൊതുവെ സാമ്പത്തിക വരുമാന മാർഗമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴി നീക്കിയിരുപ്പ് കുറയുവാനുള്ള യോഗമുണ്ട്. തന്മൂലം ഒരു പക്ഷേ മാസത്തിൻ്റെ ഒടുവിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രമിച്ചാൽ പോലും അതിനുള്ളൊരു ഫലം, അനുഭവങ്ങൾ എന്നിവ കുറയും. വിതരണ മേഖലകൾ വിപുലമാക്കുവാൻ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെങ്കിലും അവരുടെ പിടിപ്പുകേട് കൊണ്ട് വിചാരിച്ച പോലെ നേട്ടമോ അനുഭവങ്ങളോ വളരെ കുറയുവാനാണ് യോഗമുള്ളത്. ബന്ധുമിത്രാദികൾ വന്നു ചേരുമെങ്കിലും അവരുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധിക്കാത്തത് വഴി ഒരു മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള വിഭ്രാന്തി അനുഭവപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ സാധിക്കും. വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കുമെങ്കിലും ഉദ്യോഗത്തിൻ്റെ അനുമതിയോട് കൂടിയതായിട്ടുള്ള വിദേശയാത്ര ആവാമെങ്കിലും വിദേശത്തേക്ക് ഉദ്യോഗം അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് പ്രതീക്ഷിച്ച ഫലം കുറയുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ മെയ് മാസത്തിൻ്റെ ഒടുവിൽ ജന്മനാട്ടിലേക്ക് മടങ്ങി വരേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകളാവാമെങ്കിലും ആവുന്നതും വാഹന ഉപയോഗത്തെ കുറയ്ക്കുന്നത് നന്നായിരിക്കും. അഥവാ അസമയങ്ങളിലുള്ള യാത്ര ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കൾ തമ്മിലോ സഹപ്രവർത്തകർ തമ്മിലോ ഉള്ള വാക്ക് തർക്കത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും എന്ന് മാത്രമല്ല, കടം കൊടുക്കുവാനുള്ള സാഹചര്യം ആവുന്നതും ഈ മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പുത്രപൗത്രാദികൾ സ്വീകരിക്കുന്ന സമ്പ്രദായവും മനസ്സിലുദ്ദേശിക്കുന്ന ആശയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് ഗുണകരമായി തീരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാകും. ഏതൊരു കാര്യവും വളരെ സസൂക്ഷ്മം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി അബദ്ധങ്ങളെ അതിജീവിക്കും. പുതിയ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പണം മുതൽ മുടക്കുവാൻ തയ്യാറാകും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. ഏതൊരു കാര്യത്തിനെയും വളരെ സസൂക്ഷ്മം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി ആധ്യാത്മിക പ്രഭാഷണങ്ങൾ സമാധാനത്തിന് വഴിയൊരുക്കുന്നത് വഴി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും യോഗമുണ്ടെങ്കിലും അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട് നീക്കിയിരുപ്പ് വളരെ കുറയുവാനാണ് യോഗം കാണുന്നത്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ദൂരയാത്രകൾ മാറ്റിവെച്ച് സമീപ പ്രദേശത്തുള്ള യാത്രകളെല്ലാം ചെയ്യുന്നത് ഗുണകരമായി തീരുവാനും ഫലപ്രാപ്തി നേടുവാനും യോഗമുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ആചാരാനുഷ്ഠാനങ്ങൾ മാനിക്കുന്നത് വഴി
സമാധാനം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും മകയിര നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.